ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് റോബസ്റ്റ് പഴം കൊണ്ട് ഒരു കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 2 പഴവും 1 മുട്ടയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ആദ്യം തന്നെ 2 റോബസ്റ്റ് പഴം എടുത്തിട്ട് തൊലി കളഞ്ഞ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു എഗ്ഗും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാൻ 1/2 കപ്പ് പഞ്ചസാര ആദ്യം ചേർത്ത്, പിന്നെ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നല്ലപോലെ മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തെടുക്കാം. ആദ്യം തന്നെ ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം. അരിച്ച് കഴിയാനായപ്പോഴാണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത്, ചേർത്തില്ല എന്നുള്ളത്. ഇതും കൂടെ ചേർത്ത് ഒന്നുകൂടെ അരിച്ചു കൊടുക്കാം. ഇനി ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 കപ്പ് പാലാണ്. പാലും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ പീസോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്തെടുക്കാം. ഞാൻ ഡയറി മിൽക്കിൻ്റെ പീസാണ് കൊടുത്തത്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ വെക്കുന്നത്. ഒരു 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലാണ് 30 മിനിറ്റ്സ് കുക്ക് ചെയ്തത്. കേക്ക് റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ വെള്ളം വീണതാണ് മേലെ കാണുന്നത്. ഒന്ന് ചൂട് തണിഞ്ഞിട്ട് പുറത്തെടുത്താൽ മതി. സൈഡിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ സൈഡ് തിരിച്ചിട്ടാൽ ആ ചോക്ലേറ്റ് ചിപ്സിൻ്റെ ആ മെൽറ്റായ പോർഷന് ആ പ്ലേറ്റിലാവും. അതുകൊണ്ട് ഞാൻ തിരിച്ചിടാതെ കൈ കൊണ്ട് തന്നെ അങ്ങനെ എടുത്തതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഈസി റെസിപ്പിയാണ്. Thanks for watching.